എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മളൊരു പുതിയ കഥാപരമ്പര തുടങ്ങുകയാണ്. പ്രണയവും പ്രതികാരവും ഇഴചേരുന്ന ഒരു മാസ് ആക്ഷൻ ത്രില്ലർ അശ്വമേധം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അധ്യായം 1. പുതിയ അതിഥി. കൊച്ചി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി ശാന്തമായ ഒരു കുന്നിൻപുറത്ത് തലയുയർത്തി നിൽക്കുന്ന ആഡംബര ബംഗ്ലാവ്. പുലർക്കാലത്തെ മഞ്ഞുതുള്ളികൾ ആ വലിയ മുറ്റത്തെ പുൽത്തകിടികളിൽ മുത്തമിടുന്നു. ദൂരെ അമ്പലത്തിൽ നിന്നുള്ള ഭക്തിഗാനങ്ങൾ നേർത്ത കാറ്റിലൂടെ ആ വലിയ മുറിക്കുള്ളിലേക്ക് ഒഴുകിയെത്തി. ആ ഈണങ്ങൾ കേട്ടുകൊണ്ടാണ് മാളവിക തന്റെ കണ്ണുകൾ തുറന്നത്. കഴിഞ്ഞ 5 വർഷമായി മാളവികയുടെ പുലരികൾ തുടങ്ങുന്നത് ഈ ശബ്ദത്തിലാണ്. പതിയെ എഴുന്നേറ്റ് ജനാല വിടവിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ 1000 ഓർമ്മകൾ മിന്നിമറഞ്ഞു. എല്ലാം തകർക്കപ്പെട്ട ആ ഒരു രാത്രിയിൽ നിന്നാണ് ഇന്നത്തെ MS ടെക്സ്റ്റൈൽസ് എന്ന സാമ്രാജ്യത്തിന്റെ ഉടമയായ മാളവിക ജന്മമെടുത്തത്. തന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേതനയറ്റ ശരീരങ്ങൾക്ക് മുന്നിൽ നിന്ന് അവൾ ചെയ്ത ആ പ്രതിജ്ഞയായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം: തന്റെ കുടുംബത്തെ ചതിച്ചു തകർത്തവരെ ഇല്ലാതാക്കുക. അവൾ പതുക്കെ പുതപ്പ് മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ കുറെ രാത്രികളായി ഉറക്കം അവൾക്കൊരു അന്യമായിരുന്നു. പകൽ മുഴുവൻ ബിസിനസ് ഫയലുകളിലെ അക്കങ്ങളും തന്ത്രങ്ങളും, രാത്രിയിൽ പകയുടെ തീക്കനലുകളും മാത്രമായിരുന്നു അവളുടെ കൂട്ട്. എന്നാൽ ഇന്നലെ രാത്രി എന്തോ ഒരു മാറ്റം അവൾ അനുഭവിച്ചു. ഉറക്കപ്പിച്ചിൽ നിന്ന് മോചിതയായ മാളവിക തന്റെ ശരീരത്തിലേക്ക് നോക്കി. ഇന്നലെ രാത്രിയിലെ അസ്വസ്ഥതയിൽ താൻ തന്നെ അലക്ഷ്യമായി ഊരിയെറിഞ്ഞ വസ്ത്രങ്ങൾ കട്ടിലിന്റെ മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ ആ വസ്ത്രങ്ങൾ എടുത്തു ധരിച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ പ്രതിബിംബത്തെ നോക്കുമ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, മാളവിക മാറുകയാണ്. തന്റെ ഹൃദയത്തിലെ ഐസ് പാളികൾ പതുക്കെ ഉരുകി തുടങ്ങുന്നു. അതിന് കാരണം ഇന്നലെ ഓഫീസിൽ കണ്ട ആ പുതിയ മുഖമാണ്, അർജുൻ. അവൾ തന്റെ കറുത്ത മെർസിഡീസ് കാറിൽ ഓഫീസിലേക്ക് തിരിക്കുമ്പോൾ കൊച്ചി നഗരം തിരക്കുകളിലേക്ക് ഉണർന്നിരുന്നു. MS ടെക്സ്റ്റൈൽസ് എന്ന 12 നിലകളുള്ള ആ വമ്പൻ കെട്ടിടത്തിന് മുന്നിൽ കാർ നിന്നപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ ബഹുമാനത്തോടെ സല്യൂട്ട് അടിച്ചു. കാറിൽ നിന്നിറങ്ങിയ മാളവികയുടെ കണ്ണുകൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരാളെ തിരഞ്ഞു. ഗേറ്റിനടുത്ത് സായുധരായ ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഗാംഭീര്യത്തോടെ അർജുൻ നിൽക്കുന്നു. കറുത്ത സഫാരി സ്യൂട്ടിൽ അവൻ ഒരു ഗ്രീക്ക് ശില്പത്തെ പോലെ തോന്നിച്ചു. അവന്റെ ആഴമേറിയ കണ്ണുകളിലെ തീക്ഷ്ണത മാളവികയെ വല്ലാതെ അസ്വസ്ഥമാക്കി. തന്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴും അർജുന്റെ ആ നോട്ടം തന്റെ പുറകിലുണ്ടെന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. ലിഫ്റ്റിനുള്ളിലെ ഗ്ലാസ്സിലൂടെ അവൾ താഴേക്ക് നോക്കി. അർജുൻ അവിടെ തന്നെയുണ്ട്. അവൻ വെറുമൊരു സെക്യൂരിറ്റി ചീഫ് അല്ലെന്ന് അവളുടെ ബിസിനസ് ബുദ്ധി മന്ത്രിച്ചു. അവന്റെ ഓരോ ചലനത്തിലും ഒരു കമാൻഡോയുടെ കൃത്യതയുണ്ട്. തന്റെ വലിയ ക്യാബിനിലെ എയർ കണ്ടീഷൻ ചെയ്ത തണുപ്പിലിരുന്ന് മാളവിക അർജുന്റെ പ്രൊഫൈൽ പരിശോധിച്ചു. അർജുൻ എക്സ് സ്പെഷ്യൽ ഫോഴ്സ്, 30 വയസ്സ്. ഇത്രയും വിവരങ്ങൾ മാത്രമേ കമ്പനി രേഖകളിലുള്ളൂ. അവന്റെ കുടുംബത്തെക്കുറിച്ചോ പഴയ ജീവിതത്തെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. ഒരു നിഗൂഢത അവനെ പൊതിഞ്ഞു നിൽക്കുന്നു. പെട്ടെന്നാണ് മാളവികയുടെ പേഴ്സണൽ ഫോൺ ശബ്ദിച്ചത്. ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള സന്ദേശം. മാളവിക, നീ പടുത്തുയർത്തിയ ഈ കൊട്ടാരം തകരാൻ അധികം സമയം വേണ്ട. നിഴലുകളെ സൂക്ഷിക്കുക. നിന്റെ അടുത്തുള്ളവർ തന്നെ നിന്റെ അന്തകരാകാൻ പോകുന്നു. നിന്റെ അശ്വമേധം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. കൊച്ചിയിലെ രാജകുമാരിക്ക് ഒരു സമ്മാനം അയച്ചിട്ടുണ്ട്. അത് നിന്റെ ക്യാബിന്റെ വാതിൽക്കലുണ്ടാകും. മാളവികയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവൾ ഭയത്തോടെ വാതിലിലേക്ക് നോക്കി. അവിടെ ഒരു ചെറിയ കറുത്ത ബോക്സ് ഇരിക്കുന്നു. ആരും കാണാതെ ആ ബോക്സ് എപ്പോൾ അവിടെ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ ബോക്സ് എടുത്തു തുറന്നു. അതിനുള്ളിൽ ഒരു പൊട്ടിയ വളയും രക്തം പുരണ്ട ഒരു കത്തുമായിരുന്നു. ഇത് നിന്റെ അമ്മയുടെ വളയായിരുന്നു എന്ന് നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അടുത്തത് നിന്റെ ഊഴമാണ്. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ പക വീണ്ടും ആളിക്കെത്താൻ തുടങ്ങി. ആരാണിത് ചെയ്തത്? വിക്രമാണോ? അതോ തന്റെ കൂടെയുള്ളവർ തന്നെയാണോ ചതിക്കുന്നത്? MS ടെക്സ്റ്റൈൽസിന്റെ ആസ്ഥാന മന്ദിരം ഒരു കോട്ട പോലെയാണ്. 12 നിലകളുള്ള ആ കെട്ടിടത്തിന്റെ ഓരോ കോണിലും CCTV ക്യാമറകളും സായുധരായ സെക്യൂരിറ്റി ജീവനക്കാരുമുണ്ട്. എന്നാൽ മാളവികയുടെ ക്യാബിനുള്ളിലെത്തിയ ആ കറുത്ത ബോക്സ് ആ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചിരിക്കുന്നു. അവൾ പാനിക് ബട്ടൺ അമർത്താൻ ആഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ക്യാബിന്റെ വാതിൽ തുറന്ന് അർജുൻ അകത്തേക്ക് വന്നു. മാഡം, എനിത്തിങ് റോങ്? അവൻ ശാന്തമായി ചോദിച്ചു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് ഭയമായി. അവൻ തന്റെ സംരക്ഷകനാണോ അതോ തന്നെ തകർക്കാൻ വിക്രമയച്ച ചാരനാണോ? അവൻ അവളുടെ മേശയുടെ അടുത്തേക്ക് നടന്നു. മാളവിക തന്റെ കസേരയിൽ തളർന്നിരുന്നു. അവളുടെ മുന്നിൽ നിൽക്കുന്ന അർജുന്റെ കണ്ണുകളിൽ ഒരു തരം ശാന്തതയുണ്ട്. അത് അവളെ കൂടുതൽ ഭയപ്പെടുത്തി. നീ എങ്ങനെയാണ് എന്റെ ക്യാബിനുള്ളിലേക്ക് അനുവാദമില്ലാതെ വന്നത്? മാളവിക കടുപ്പത്തിൽ ചോദിച്ചു. അർജുൻ ഒരു ചെറുപുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ ആ കറുത്ത ബോക്സ് കയ്യിലെടുത്ത് പരിശോധിച്ചു. മാഡം, സുരക്ഷ എന്നത് ഒരു വാതിൽ പൂട്ടുന്നതല്ല. അത് ശത്രുവിന്റെ ചിന്തകളെ മുൻകൂട്ടി കാണുന്നതാണ്. ഈ ബോക്സ് ഇവിടെ എത്തിയത് നിങ്ങളുടെ വിശ്വസ്തരിൽ ഒരാൾ വഴിയാണ്. അല്ലാതെ പുറത്തുനിന്നാരും വന്നതല്ല.
അർജുന്റെ ആ നിഗമനം മാളവികയെ ഞെട്ടിച്ചു. തന്റെ കൂടെയുള്ളവർ തന്നെ ചതിക്കുന്നുണ്ടോ? അവൾ അർജുന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കറുത്ത ഷർട്ടും കാക്കി പാന്റും ധരിച്ച അവൻ ഒരു സാധാരണ സെക്യൂരിറ്റി ഓഫീസറെ പോലെയല്ല പെരുമാറുന്നത്. അവന്റെ സംസാരത്തിൽ ഒരു ആജ്ഞാശക്തിയുണ്ട്. നീ ആരാണ് അർജുൻ? നിന്റെ പ്രൊഫൈലിൽ ഇല്ലാത്ത പലതും നിനക്കറിയാം, മാളവിക സംശയത്തോടെ ചോദിച്ചു. അർജുൻ ആ ബോക്സ് മേശപ്പുറത്ത് വെച്ചു. ഞാൻ നിങ്ങളുടെ ശത്രുവിനെ അറിയുന്നവനാണ്, വിക്രം. അവൻ നിങ്ങളെ തകർക്കാൻ ഏതറ്റം വരെയും പോകും. ഈ ബോക്സ് വെറും തുടക്കം മാത്രമാണ്. അടുത്തത് വലിയൊരു സ്ഫോടനമായിരിക്കും. മാളവികയുടെ ഉള്ളിൽ പക വീണ്ടും ആളിക്കെത്തി. വിക്രം, തന്റെ അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയവൻ. അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവളുടെ രക്തം തിളയ്ക്കും. എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? മാളവികയുടെ ശബ്ദം ഇടറി. അർജുൻ അവളുടെ കൈകളിൽ തൊട്ടു. ആ സ്പർശനം മാളവികയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു പുരുഷൻ അവളെ തൊടുന്നത്. ആ സ്പർശനത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവൻ എന്റെ ഉത്തരവാദിത്തമാണ് മാളവിക. അത് സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അന്ന് രാത്രി മാളവികയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ അർജുനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ ജീവിതത്തിലേക്ക് വന്നത് യാദൃച്ഛികമാണോ അതോ ആരെങ്കിലും അയച്ചതാണോ? അവന്റെ ഓരോ നീക്കത്തിലും ഒരു നിഗൂഢതയുണ്ട്. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയപ്പോൾ മാളവിക കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. അർജുൻ സെക്യൂരിറ്റി സിസ്റ്റം മുഴുവൻ മാറ്റിമറിച്ചിരിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യകളും കർശനമായ പരിശോധനകളും അവൻ ഏർപ്പെടുത്തി. ജീവനക്കാർക്കിടയിൽ അവനെക്കുറിച്ച് പല സംസാരങ്ങളും നടക്കുന്നുണ്ട്. മാളവിക തന്റെ ക്യാബിനിലിരുന്ന് അർജുനെ നിരീക്ഷിച്ചു. അവൻ താഴെമുറ്റത്ത് ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നു. അവന്റെ ശാരീരിക ക്ഷമതയും വേഗതയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മാളവികയുടെ മനസ്സിൽ അവനോട് ഒരു ബഹുമാനം തോന്നിത്തുടങ്ങി. അത് പതുക്കെ ഒരു പ്രണയമായി മാറുന്നത് അവൾ അറിഞ്ഞില്ല. പെട്ടെന്നാണ് മാളവികയുടെ ഇന്റർകോം ശബ്ദിച്ചത്. വിക്രം വിളിക്കുന്നു. ഹലോ മാളവിക, എന്റെ സമ്മാനം കിട്ടിയോ? നിന്റെ സുരക്ഷാ ഭടൻ കൊള്ളാം, പക്ഷേ അവൻ നിന്നെ രക്ഷിക്കില്ല. നാളെ നിന്റെ കമ്പനിയുടെ വാർഷിക ആഘോഷമല്ലേ? അവിടെ വെച്ച് നിനക്കൊരു വലിയ സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. വിക്രമിന്റെ ആ ചിരി മാളവികയുടെ കാതുകളിൽ മുഴങ്ങി. ഫോൺ വെച്ച മാളവിക അർജുനെ വിളിച്ചു. അവൻ നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ മുന്നിലെത്തി. അർജുൻ, വിക്രം വിളിച്ചിരുന്നു. നാളെ എന്തോ സംഭവിക്കാൻ പോകുന്നു, മാളവിക പരിഭ്രമത്തോടെ പറഞ്ഞു. അർജുൻ ശാന്തനായിരുന്നു. അവൻ വരട്ടെ മാളവിക, നാളെയാണ് നമ്മുടെ കളി തുടങ്ങുന്നത്. നിങ്ങൾ ധൈര്യമായിരിക്കുക. നാളത്തെ പാർട്ടിയിൽ നിങ്ങൾ ഏറ്റവും സുന്ദരിയായി വരണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അർജുന്റെ ആ വാക്കുകൾ മാളവികയ്ക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ പ്രണയത്തിന്റെ ഒരു തരി ഉണ്ടായിരുന്നു. പക്ഷേ അർജുൻ തന്റെ ലാപ്ടോപ്പിൽ ഒരു രഹസ്യ ഫയൽ തുറന്നു. അതിൽ മാളവികയുടെ കുടുംബത്തിന്റെ പഴയ രേഖകളായിരുന്നു. അവൻ ആരും കാണാതെ ഒരു നെടുവീർപ്പിട്ടു. അർജുൻ ഒളിപ്പിച്ചുവെച്ച ആ വലിയ രഹസ്യം എന്താണ്? അവൻ മാളവികയെ രക്ഷിക്കാനാണോ അതോ അവളുടെ തകർച്ച നേരിട്ട് കാണാനാണോ വന്നത്? രാത്രിയുടെ നിശബ്ദതയിൽ അർജുൻ തന്റെ തോക്ക് ലോഡ് ചെയ്തു. വിക്രം, നാളെ നിന്റെ അവസാനമായിരിക്കും, അവൻ മന്ത്രിച്ചു. പകയുടെയും പ്രണയത്തിന്റെയും ഈ അശ്വമേധം നാളെ ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നീങ്ങുകയാണ്. മാളവികയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ രാത്രിയാണിത്. അർജുന്റെ നിഗൂഢതകൾ മാളവികയെ അസ്വസ്ഥമാക്കുമ്പോഴും അവളിൽ അവനോടുള്ള പ്രണയം വളരുകയാണ്. വിക്രമിന്റെ ഭീഷണി വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണോ? അർജുൻ ഒളിപ്പിച്ചുവെച്ച ആ രഹസ്യം പുറത്തുവരുമ്പോൾ മാളവികയുടെ പ്രതികരണം എന്തായിരിക്കും? സസ്പെൻസും മാസും നിറഞ്ഞ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.